ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പം കുറേ എനിക്ക് തോന്നുന്നു ഞാൻ വീഡിയോസ് ചെയ്തു തുടങ്ങിയപ്പം എനിക്ക് വന്ന ഒരു കമൻ്റ് ആയിരുന്നു, പ്രൈവറ്റ് ഏരിയസിലെ ബാഡ് ഓർഡേഴ്സ് റിമൂവ് ചെയ്യാനായിട്ടുള്ള കുറച്ച് ടെക്നിക്സ് പറഞ്ഞു കൊടുക്കാനായിട്ട്. മേ ബി ടീനേജിലേക്ക് പോകുന്ന ഗേൾസ് അല്ലെങ്കിൽ ടീനേജിലുള്ള ഗേൾസ് അവർക്കൊക്കെയാണ് മെയിൻലി ഈ ഒരു പ്രശ്നം അവരായിരിക്കും കൂടുതലും ഫേസ് ചെയ്യേണ്ടി വരിക. അതായത് നമ്മളുടെ ഒരു ചൈൽഡ്ഹുഡിൽ നിന്ന് നമ്മൾ ടീനേജിലേക്ക് പോകുമ്പോഴത്തേക്കും ഗേൾസിൻ്റെ ബോഡിയിൽ നമ്മൾ ഒരു എക്സ്പെക്റ്റഡ് അല്ലാണ്ട് അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള കുറേ ചേഞ്ചസ് വരാം. അപ്പം അതിൽ ഒരു മെയിൻ കാര്യമാണ് പ്രൈവറ്റ് ഏരിയാസിൽ ഈ ബാഡ് ഓർഡേഴ്സ് ഉണ്ടാവുക, അതെങ്ങനെ റിസോൾവ് ചെയ്യുക അറിയാണ്ടിരിക്കുക. അത് നമ്മളുടെ ഫാമിലീസിൻ്റെ മീൻസ് നമ്മളുടെ ഫാമിലിയിൽ തന്നെ നമുക്ക് ചോദിക്കാൻ ബുദ്ധിമുട്ട് തോന്നുക, ഫ്രണ്ട്സിൻ്റെ കൂടെ സംസാരിക്കാൻ ബുദ്ധിമുട്ട് തോന്നുക, ആൾക്ക് തന്നെ അതായത് ചിലവർക്ക് തന്നെ ഒരു സ്മെല്ല് വരുന്നുണ്ടല്ലോ എന്ന് വിചാരിക്കുക. അങ്ങനെയൊക്കെ കുറച്ച് പ്രശ്നങ്ങൾ ഓൾമോസ്റ്റ് എല്ലാ ഗേൾസിലും ഉണ്ടാവുന്നതാണ്. ഫസ്റ്റ് ഓഫ് ഓൾ അത് നോർമലാണ്, അത് വലിയ പ്രശ്നമൊന്നുമില്ല, നമുക്ക് റിസോൾവ് ചെയ്യാൻ പറ്റുന്ന പ്രശ്നങ്ങൾ തന്നെയാണ്. ഇനി നിങ്ങൾക്ക് അത് ഒട്ടും നിങ്ങളെ കൊണ്ട് ഹാൻഡിൽ ചെയ്യാൻ പറ്റില്ല എന്ന് തോന്നുകയാണെങ്കിൽ ഒരു ഗൈനക്കിനെ കാണാം. നമ്മളുടെ പേരൻസിൻ്റെ കൂടെ പറഞ്ഞിട്ട് ഒരു ഗൈനക്കിനെ വിസിറ്റ് ചെയ്യുക. അത് ഗൈനക്കിനെ വിസിറ്റ് ചെയ്യുന്നത് വലിയ പ്രശ്നമൊന്നുമല്ല കേട്ടോ. നമ്മളുടെ ബോഡിയാണ്, നമ്മളാണ് നമ്മളുടെ ബോഡിയെ ടേക്ക് കെയർ ചെയ്യുന്നതും, വേറെ ആരും വരത്തില്ല നമുക്ക് വേണ്ടിയിട്ട്. ഓക്കെ, സോ ഒരു ഗൈനക്കിനെ കാണുക. അപ്പം അത്രയ്ക്ക് പ്രശ്നമാണ്, നിങ്ങൾക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നില്ല എന്ന് തോന്നുകയാണെങ്കിൽ ഗൈനക്കിനെ കാണാം. പിന്നെ വേറൊരു കാര്യം, ഇങ്ങനെ നമ്മൾ കോൺസ്റ്റൻ്റ്ലി ഇങ്ങനെ തിങ്ക് ചെയ്തുകൊണ്ടിരിക്കണം, അയ്യോ എനിക്ക് സ്മെല്ലുണ്ടല്ലോ, അല്ലെങ്കിൽ എൻ്റെ ഫ്രണ്ട്സിന് എന്നെ ഭയങ്കര സ്മെല്ലായിട്ട് തോന്നുന്നുണ്ടല്ലോ, അങ്ങനെയൊക്കെ തിങ്ക് ചെയ്തിട്ട് ഒരുപാട് യൂട്യൂബ് വീഡിയോസൊക്കെ എടുത്തിച്ച് കണ്ടിട്ട് അവർ പറയുന്ന പ്രോഡക്റ്റ്സ് ഒക്കെ യൂസ് ചെയ്യുക, അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ചെയ്യാണ്ടിരിക്കുക. ഓക്കെ, അപ്പം അങ്ങനെ ഭയങ്കരമായിട്ട് നിങ്ങൾ കൺസേൺ ആവുകയാണെന്നുണ്ടെങ്കിൽ ഈ വിവാഷ് എന്നൊക്കെ പറയുന്നത് അത് എനിക്കറിയില്ല കേട്ടോ, അത് അത്രയ്ക്ക് നല്ലതാണ് എന്നൊന്നും എനിക്ക് തോന്നിയിട്ടില്ല. അപ്പം അതൊക്കെ ഒരു ഗൈനക്കിനെ കണ്ടിട്ട് മാത്രം, അല്ലെങ്കിൽ ഒരു ഡോക്ടറിനെ കണ്ടിട്ട് മാത്രം യൂസ് ചെയ്യുക. വെറുതെ നമ്മൾ ഈ ആഡ് കാണുന്നത് പോലെ നമ്മളുടെ ഏരിയയിലെ pH ബാലൻസ് ഒക്കെ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് വിവാഷ് യൂസ് ചെയ്യുക. അങ്ങനെയുള്ള ആഡിൻ്റെ ടൈറ്റിൽ കണ്ടിട്ട് നമ്മൾ അതൊന്നും യൂസ് ചെയ്യരുത്. എന്തെങ്കിലും അങ്ങനെയുള്ള കൺസേൺസ് ഉണ്ടെങ്കിൽ ഒരു ഗൈനക്കിനെ വിസിറ്റ് ചെയ്യുക, എന്നിട്ട് മാത്രം എന്ത് പ്രോഡക്ട്സും അവിടെ യൂസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇപ്പം ഞാൻ പറയാൻ പോകുന്ന വീഡിയോ എന്ന് പറയുന്നത്, നമുക്കെല്ലാവർക്കും ഒരു ടൈമിൽ എന്തായാലും അങ്ങനെ ഫീൽ ചെയ്യും, അത് ക്വൈറ്റ് നോർമലാണ്. അപ്പോൾ എനിക്കും ഉണ്ടായിരുന്നു അത് ഓർഡർ വരുന്നുണ്ട് എന്നൊരു തോട്ടാണ് നമുക്ക് മെയിൻലി കൂടുതലും വരുന്നത്, ഓർഡേഴ്സ് അല്ല. നമുക്ക് അയ്യോ ഉണ്ടാവുമോ അങ്ങനെ ഒരു തോട്ടാണ് നമുക്ക് വരുന്നത്, ഒരു കൺഫ്യൂഷനാണ് വരുന്നത്. സോ അതിന് വേണ്ടിയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങളാണ് സോ ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് വന്നിട്ട് പറയാന്ന് വെച്ചാൽ, നമ്മളുടെ പീരിയഡ്സ് ടൈമിൽ ഈ നോൺ വെജ് മാക്സിമം ഒഴിവാക്കാൻ ശ്രമിക്കാം. പീരിയഡ്സ് ടൈമിൽ മാക്സിമം ഈ ഫിഷ്, ഈവൻ എഗ്ഗ് ആയിക്കോട്ടെ, അതൊക്കെ മാക്സിമം ഒഴിവാക്കാൻ ശ്രമിക്കുക. ഓക്കെ, നോൺ വെജ് ഒന്നും യൂസ് ചെയ്യേണ്ട, കാരണം നമ്മളുടെ ആ സമയത്ത് ഉണ്ടാവുന്ന ബ്ലീഡിങ്ങും അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് അതിൻ്റെ സ്മെല്ല് കുറച്ചു വേഴ്സ് ആക്കാനായിട്ട് ഈ നോൺ വെജൊക്കെ ഹെൽപ്പ് ചെയ്യും. അതുകൊണ്ട് നോൺ വെജ് പീരിയഡ്സ് ടൈമിൽ ഒഴിവാക്കാം. അത് പ്രൈവറ്റ് ഏരിയാസിലെ ഓർഡേഴ്സ് മാറ്റാൻ വേണ്ടിയിട്ടല്ല, ഞാനിത് ഒരു ഒരു ഇൻഫോർമേഷനായിട്ട് ഞാൻ പറയുന്നേ ഉള്ളൂ. അത് നിങ്ങൾ കംപ്ലീറ്റ്ലി ഒഴിവാക്കാം ശ്രമിക്കുക. ചിലർക്ക് നോൺ വെജ് ഇല്ലാണ്ട് ഫുഡ് ഇറങ്ങില്ല, അതൊക്കെ ഓക്കെയാണ്. പക്ഷേ മാക്സിമം ഹെവി ഫ്ലോ ഉള്ളവർ പീരിയഡ്സ് ടൈമിൽ നോൺ വെജ് ഫുഡ് കംപ്ലീറ്റ്ലി അവോയ്ഡ് ചെയ്യാം. ഇനി അവളുടെ സെക്കൻഡ് തൊട്ടാണ് ഈ ഓർഡേഴ്സ് മാറ്റാനായിട്ട് എന്തൊക്കെ ചെയ്യാൻ പറ്റുമെന്ന് പറയുന്നത്. ഫസ്റ്റ് എന്ന് പറഞ്ഞാൽ, നമ്മൾ ഒരു നോർമൽ സോപ്പും
പ്ലെയിൻ വാട്ടറും യൂസ് ചെയ്തിട്ട് നമ്മളുടെ പ്രൈവറ്റ് ഏരിയാസ് കഴുകുക എന്നുള്ളതാണ്. ഒക്കെ യൂസ് ചെയ്ത് കഴുകാനൊക്കെ കുറേ വീഡിയോസിൽ പറയുന്നത്, ഈവൻ ഇൻ്റർനെറ്റിൽ നോക്കിയാൽ പോലും ഡൗട്ട്സസ് ഒക്കെ യൂസ് ചെയ്തിട്ട് ഏരിയാസ് കഴുകാൻ പറയുന്നുണ്ട്. അതൊന്നും യൂസ് ചെയ്യേണ്ട, നോർമലായിട്ടുള്ള സോപ്പ് പ്ലെയിൻ വാട്ടറും മാത്രം യൂസ് ചെയ്താൽ മതി. അപ്പം എൻ്റെ കേസിലാണെന്നുണ്ടെങ്കിൽ ഞാൻ യൂസ് ചെയ്യുന്നത് ഡവിൻ്റെ സോപ്പായിരിക്കും. ഇതിപ്പം സാൻഡലിൻ്റെ ആണ്. ഞാൻ ഇത് തന്നെ ഒന്നുമല്ല കേട്ടോ, മേ ബി ഞാൻ കൂടുതലും യൂസ് ചെയ്യുന്നത് വൈറ്റ് തന്നെയാണ്. സോ ഡവിൻ്റെ ഏതെങ്കിലും ഒരു, ഡവ് എന്നല്ല, ഏതെങ്കിലും ഒരു അതായത് എന്താ പറയുന്നത്, ഭയങ്കര ഹാർഷായിട്ടുള്ളതല്ല, കുറച്ച് നോർമലായിട്ടുള്ള ഏതെങ്കിലും ഒരു സോപ്പ് യൂസ് ചെയ്യുക. നെക്സ്റ്റ് പ്ലെയിൻ വാട്ടർ മാത്രം യൂസ് ചെയ്ത് ഏരിയാസ് വാഷ് ചെയ്യുക. ഓക്കെ. സെക്കൻഡ് മെത്തേഡ് എന്ന് പറയുന്നത്, ഏതൊരു സ്ഥലത്തായാലും നമ്മൾ യൂറിനേറ്റ് ചെയ്തതിന് ശേഷമോ അറ്റ്ലീസ്റ്റ് അവിടെ നമ്മൾ എന്താണ് പറയുക, ഡ്രൈ അല്ല വെറ്റാണെന്നുണ്ടെങ്കിൽ ഇമ്മീഡിയറ്റ്ലി തന്നെ ഡ്രൈ ആക്കുക. യൂറിനേറ്റ് ചെയ്തതിന് ശേഷമോ ബാത്റൂമിൽ പോയതിന് ശേഷമോ ഉറപ്പായിട്ട് നമ്മൾ ഒരു നല്ല ടവൽ യൂസ് ചെയ്തിട്ട് അവിടെ ഡ്രൈ ആക്കുക. അതായത് ഇപ്പോൾ ഞാൻ യൂസ് ചെയ്യുന്നത് ഈ ഒരു ടവലാണ്. അപ്പോൾ ഈ ഒരു ടവൽ നമുക്ക് ഇങ്ങനെ റോളായിട്ട് മേടിക്കാൻ കിട്ടുന്ന ഒരു ടവലാണ് കേട്ടോ. അപ്പോൾ നമ്മളൊരു ടവൽ ഒന്നി നമ്മളുടെ കയ്യിൽ ഉണ്ടായിരിക്കണം. അതല്ല എങ്കിൽ ഇപ്പോഴത്തെ ഉള്ള ടോയ്ലറ്റിലൊക്കെ ടോയ്ലറ്റ് പേപ്പേഴ്സ് ഉണ്ട്. സോ ടോയ്ലറ്റ് പേപ്പേഴ്സ് യൂസ് ചെയ്യാൻ മടിയുള്ളൊരു മടി കാണിക്കരുത്. ടോയ്ലറ്റ് പേപ്പേഴ്സ് യൂസ് ചെയ്ത് ഡ്രൈ ആക്കിയതിന് ശേഷം മാത്രം ടോയ്ലറ്റിന് ഔട്ട് വരിക. ഓക്കെ. ഇനി ടോയ്ലറ്റ് പേപ്പേഴ്സ് ഇല്ലാത്തവരാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ടിഷ്യൂക്ക് വലിയ പൈസയൊന്നുമില്ല, ഏകദേശം 300 സംതിങ് ആണ്. ഞാൻ ഒരു 1 ഇയർ ആയിട്ട് ഇത് യൂസ് ചെയ്യുന്നുണ്ട്. ഇത് കഴിയാറായി. അപ്പം അത് നിങ്ങളുടെ കയ്യിൽ എപ്പോഴും ഉണ്ടായിരിക്കണം. 1 ടൈം മാത്രമേ ഒരു ടിഷ്യൂ എടുത്താൽ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ അത് വീണ്ടും വീണ്ടും ഇതിനകത്ത് തന്നെ ഒരു 1 ടൈം ഇതിൻ്റെ ലെന്ത് എന്ന് പറയുന്നത് ഏകദേശം ഇത്രയും വരും. ഇത്രയും നിങ്ങൾക്ക് വേണ്ടെങ്കിൽ ഹാഫായിട്ട് കട്ട് ചെയ്തിട്ടായാലും നിങ്ങൾക്ക് കൊണ്ടുപോകാം നിങ്ങൾ പോകുന്ന സ്ഥലത്ത്. സോ ഡ്രൈ അവർ പ്രൈവറ്റ് ഏരിയാസ് തറോലി. ഇനി നമ്മളുടെ തേർഡ് മെത്തേഡ് എന്ന് പറഞ്ഞാൽ, ആക്ച്വലി ഞാനൊരു കാര്യം പറയട്ടെ, ഈ മെത്തേഡ്സ് ഞാൻ പറയുന്നത് വെറുതെ ഒരു വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് കണ്ടൻസ് പറയുന്നതല്ല. ഞാൻ പേഴ്സണലി യൂസ് ചെയ്തിട്ട് എനിക്ക് വർക്കായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ മാത്രമാണ് ഞാൻ പറയുന്നത്. ഇതിൽ കൂടുതൽ വേറെ കുറേ കാര്യങ്ങൾ ഉണ്ടാവാം. അപ്പോൾ ഒരു കണ്ടൻറ്റിന് വേണ്ടിയിട്ട് ഉണ്ടാക്കിയൊരു വീഡിയോ അല്ല, ഞാൻ എക്സ്പീരിയൻസ് ചെയ്തത് കൊണ്ടാണ് ഞാൻ പറയുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ പറയാൻ വന്ന കാര്യം നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ കോട്ടൺ പാൻറ്റീസ് യൂസ് ചെയ്യാം. ഇപ്പോൾ ഇത് പ്ലംബറേഡയാണ്. ഞാനൊരു അൺബോക്സിങ് വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു ഈ പ്ലംബറയുടെ പ്രോഡക്റ്റും. ഇത് കോട്ടൺ പാൻറ്റീസാണ്. ഇത് ഹൈ വേസ്റ്റ് പാൻറ്റീസാണ്. ഓക്കെ, ഹൈ വേസ്റ്റ് പാൻറ്റീസാണ് ഇത് വരുന്നത്. പക്ഷേ പിന്നെന്താ, ഇത് ഹൈ വേസ്റ്റ് നിങ്ങൾ കുറച്ച് 2-3 ദിവസം ഇടുമ്പോൾ ചിലപ്പോൾ കംഫർട്ടബിളായിട്ട് വരാം, അതായത് കുറച്ച് ടൈറ്റ് ആവാറുണ്ട്. പക്ഷേ കോട്ടൺ ആണ്, ബ്രീത്തബിൾ ആണ്. അപ്പോൾ അങ്ങനെയുള്ള ഇതിപ്പം ഞാൻ പറഞ്ഞില്ലേ 4 എണ്ണത്തിന് 899 റുപ്പീസാണ്. എക്സ്പെൻസീവ് ആണ് എന്ന് ചോദിച്ചാൽ നോർമലി വാങ്ങിക്കുന്ന പാൻറ്റീസിനെക്കാട്ടിലും എക്സ്പെൻസീവാണ്. പക്ഷെ അത് വേർത്താണ്. 1 ഇയർ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. പാൻറ്റീസൊക്കെ എത്ര നാൾ അവർ യൂസ് ചെയ്യുമെന്ന് എനിക്കറിയില്ല. ഞാൻ മാക്സിമം 1 ഇയറേ ഇത് യൂസ് ചെയ്യാറുള്ളൂ. ഒരു പാൻറ്റീസ് 1 ഇയറേ യൂസ് ചെയ്യാൻ പാടുള്ളൂ. ഇത് 1.5 ഇയേഴ്സ് യൂസ് ചെയ്യാമെന്നാണ് ഇതിനകത്ത് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ലാഭമാണ്. അതായത് അടിപൊളി പ്രൊഡക്റ്റിനെക്കാട്ടിലും കംഫർട്ടബിൾ ആണ്, അതുപോലെ തന്നെ നമുക്ക് ഹെൽപ്ഫുള്ളും ആയിരിക്കും. സോ നല്ല കോട്ടൺ പാൻറ്റീസ് തന്നെ വാങ്ങിച്ചിടുക. നമ്മൾ പുറത്ത് നല്ല എക്സ്പെൻസീവ് ആയിട്ടുള്ള ഡ്രസ്സൊക്കെ ഇട്ടിട്ട് അകത്ത് മോശം ഇട്ടിട്ട് കാര്യമില്ലല്ലോ, അതാണ് പറയുന്നത്. നല്ല പാൻറ്റീസ് തന്നെ വാങ്ങിച്ചിടുക. ഞാൻ പ്ലംബറി പ്രൊമോട്ട് ചെയ്യുന്നതല്ല, പക്ഷെ ഈ ഒരു പ്രൊഡക്റ്റ് നല്ലതാണ്. ഓക്കെ. അപ്പോൾ നമ്മളുടെ 3ാമത്തെ ടെക്നിക്ക് ഇതാണ്. 4ാമത്തെ ടെക്നിക്കിലേക്ക് വന്നേക്കാണ്. 4ാമത്തെ ടെക്നിക്ക് റീയൂസബിൾ പാഡ്. ഒരു 3 ഇയേഴ്സ് കൊണ്ട് ഞാൻ യൂസ് ചെയ്യുന്ന സാധനമാണ് റീയൂസബിൾ പാഡ്. അപ്പം ഇത് ഞാൻ 1 2 ഇത് എൻ്റെ 3ാമത്തെ സെറ്റാണ് കേട്ടോ. ഒരു സെറ്റ് കഴിഞ്ഞു. ഒരു സെറ്റ് എന്ന് പറഞ്ഞാൽ ഭയങ്കര കുഞ്ഞതായിരുന്നു. 2ാമത്തെ സെറ്റ് ഇതിൻ്റെ തന്നെയായിരുന്നു. 3ാമത്തെ സെറ്റാണ് ഇത് വരുന്നത്. അപ്പോൾ ഈ റീയൂസബിൾ പാഡ് എന്ന് പറയുന്നത് നമ്മളുടെ പാൻറ്റീസിനകത്ത് വെക്കുക. അപ്പോൾ ഇത് നമ്മളുടെ പീരീഡ്സിൽ യൂസ് ഞാൻ യൂസ് ചെയ്യുന്ന മെത്തേഡ്, പീരീഡ്സിൽ ഞാൻ ഈ പാഡല്ല യൂസ് ചെയ്യുന്നത്, അത് നമ്മളുടെ നോർമൽ പാഡാണ്. ഇത് ഞാൻ ഡെയിലി യൂസ് ചെയ്യുന്ന സാധനമാണ്. ഇത് നമ്മുടെ കോട്ടൺ മെറ്റീരിയൽ തന്നെയാണ്. ഇത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ പാൻറ്റീസ്
ഇതെന്ന് പറഞ്ഞാൽ നമ്മൾ പാൻറ്റീസിൽ എന്തെങ്കിലും എന്താ പറയുക എന്തെങ്കിലും ലിക്വിഡ് എന്തെങ്കിലും വീഴുമ്പോൾ സ്മെല്ല് എടുക്കാനുള്ള ചാൻസസ് കൂടുതലാണ്. പക്ഷേ ഈ പാഡാണെങ്കിൽ ഇത് അബ്സോർബിങ് പാഡാണ്. അതുകൊണ്ട് ഇതിനകത്ത് എന്തെങ്കിലും ലിക്വിഡോ വെറ്റായാൽ ആ സ്മെല്ല് വരത്തില്ല, പുറത്തോട്ട് ഈ സ്മെല്ല് വരത്തില്ല. അതുപോലെ തന്നെ പാൻറ്റീസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഇപ്പം ഈ പാഡാണെങ്കിൽ നമുക്ക് വാഷ് ചെയ്യാനായിട്ട് ഭയങ്കര എളുപ്പമാണ്. നമ്മൾ ആ ഒരു ഏരിയ നന്നായിട്ട് നമ്മൾ വാഷ് ചെയ്യും. പക്ഷേ പാൻറ്റീസിൻ്റെ കേസിലാണെങ്കിൽ നമ്മൾ ആ ഏരിയ വാഷ് ചെയ്തില്ല. ചിലർ വാഷിംഗ് മെഷീനിലൊക്കെ ഇടാറുണ്ട് കേട്ടോ. അണ്ടർ ഗാർമെൻറ്റ്സ് ഒരിക്കലും വാഷിംഗ് മെഷീനിൽ ഇട്ടിട്ട് കഴുകരുത്. ഹാൻഡ് വാഷ് തന്നെ ചെയ്യാം, മാൻഡേറ്ററി ആയിട്ട് ഹാൻഡ് വാഷ് ചെയ്യാം. അതുപോലെ സ്പെസിഫിക് ഏരിയ, ഗേൾസ് ആയാലും ബോയ്സ് ആയാലും സ്പെസിഫിക് ഏരിയ സ്പെസിഫൈ ചെയ്ത് തന്നെ അത് നന്നായിട്ട് വാഷ് ചെയ്യാം. അപ്പോൾ എനിക്ക് അങ്ങനെ ആ ഒരു ഏരിയ നമ്മളിങ്ങനെ വാഷ് ചെയ്ത് ആ സ്ഥലം തന്നെ ചീത്തയായിപ്പോയി. പിന്നെ പാൻറ്റീസ് യൂസ് ചെയ്യാൻ പറ്റാണ്ട് ആവുമോ, അങ്ങനെ ഒരു അതുണ്ടായതുകൊണ്ടാണ് ഞാനൊരു പാഡ് യൂസ് ചെയ്യുന്നത്. അപ്പം ഞാൻ പാഡ് എന്നും യൂസ് ചെയ്യുന്നതാണ്. ഇതിപ്പോൾ ഇതിനകത്ത് 4 സെറ്റാണ് കേട്ടോ വരുന്നത്. ഇതുപോലെ എനിക്ക് 4 സെറ്റുള്ള വേറെ ഒരെണ്ണം ഉണ്ടായിരുന്നു. അതിന് മുന്നേ ഉണ്ടായിരുന്നത് അത് ഭയങ്കര കുഞ്ഞതായിരുന്നു. അത് ട്രൈ ഔട്ട് ചെയ്യാൻ വാങ്ങിയതാണ്. പക്ഷെ അതിൻ്റെ ക്ലോത്തും മെറ്റീരിയലും ഒന്നും എനിക്ക് ഇഷ്ടമായില്ല. അങ്ങനെയാണ് പിന്നെ ഞാൻ ഇത് വാങ്ങിയത്. ഇതും 1.5 ഇയേഴ്സ് യൂസ് ചെയ്യാം. ഓക്കെ, സോ ഒരു ഇൻവെസ്റ്റ്മെൻ്റ് ആണ് പാൻറ്റീസും അതുപോലെ തന്നെ ഈ ഒരു പാഡും ഒരു ലോങ് ടേം ഇൻവെസ്റ്റ്മെൻ്റ് ആണെന്ന് എനിക്ക് പറയാൻ പറ്റും. ഓക്കെ, നമ്മളുടെ പ്രോഡക്ട്സിനെക്കാട്ടിൽ കൂടുതൽ എനിക്ക് പറയാനുള്ളത് നല്ല ഫുഡ് കഴിക്കാം. മുന്നേ ഞാൻ പറഞ്ഞതുപോലെ തന്നെ പീരീഡ്സിൻ്റെ സമയത്ത് നോൺ വെജ് കഴിക്കുന്നത് മാക്സിമം ഒഴിവാക്കുക. പിന്നെ ഫ്രൂട്ട്സ് കഴിക്കുക, ഹെൽത്തി ആയിട്ടുള്ള ഫുഡ്സ് കഴിക്കുക, നല്ല വെള്ളം കുടിക്കുക. ഞാൻ വെള്ളം കുടിക്കുന്നതെന്ന് പറഞ്ഞാൽ ഭയങ്കര കുറവായിരുന്നു. കുഞ്ഞിലേ തൊട്ടേ ഒട്ടും ഞാൻ വെള്ളം കുടിക്കില്ലായിരുന്നു. എനിക്ക് 9th സ്റ്റാൻഡേർഡിൽ വന്നതാണ് കിഡ്നി സ്റ്റോൺ. ഏകദേശം 9 ഇയേഴ്സോളം ഞാൻ അതും കൊണ്ട് നടന്നിട്ടുണ്ട്. അതായത് അത്യാവശ്യം നല്ല വലിയ സ്റ്റോണായിരുന്നു. പിന്നെ അത് പൊടിച്ച് കളയാന്ന് പറയുന്ന അതിൻ്റെ ഒരു ഏജ്, അതൊക്കെ ഒരു പ്രശ്നമായിരുന്നു. ഇപ്പം ഞാൻ ഒരു ദിവസം ഏകദേശം 3.5 liters ഓഫ് വാട്ടർ ഞാൻ കുടിക്കും. അതെൻ്റെ ചില വീഡിയോസിൽ നിങ്ങൾക്ക് കാണുമ്പോൾ വരെ ഞാൻ നന്നായിട്ട് വെള്ളം കുടിക്കും. ഞാൻ കംപ്ലീറ്റ്ലി ഡിസിപ്ലിൻഡ് ആണെന്നൊന്നും പറയത്തില്ല, പക്ഷെ ചില കാര്യങ്ങളിൽ ഞാൻ ഡിസിപ്ലിൻഡ് ആണ്. അങ്ങനെ ഒരു കാര്യമാണ് വെള്ളം കുടിക്കുന്നത്. എനിക്കത് എന്താ പറയുക, ഞാൻ ആ ഒരു പെയിൻ എനിക്ക് ഇപ്പോഴും അറിയാം. എത്രത്തോളം ആ കിഡ്നി സ്റ്റോണിൻ്റെ പെയിൻ അനുഭവിച്ചതെന്ന് എനിക്ക് മനസ്സിലാവും. അതുകൊണ്ടാണ് നന്നായിട്ട് വെള്ളം കുടിക്കാം. അപ്പം ഇതിപ്പം കിഡ്നി സ്റ്റോണിൻ്റെ കേസ് മാത്രമല്ല പറയുന്നതാണ് നല്ല ഹെൽത്തി ഫുഡ്സ് കഴിക്കുക, ഫ്രൂട്ട്സ് കഴിക്കുക, വെജിറ്റബിൾസ് കഴിക്കുക, നന്നായിട്ട് വെള്ളം കുടിക്കുക. വെള്ളം കുടിക്കുക മാത്രമല്ല യൂറിനേറ്റ് ചെയ്യുമ്പോഴേക്കും നമ്മൾ ടിഷ്യൂ യൂസ് ചെയ്തിട്ട് ഏരിയ നന്നായിട്ട് ഡ്രൈ ആക്കുക. ഓക്കെ, വേറൊരു കാര്യം ഞാൻ മുന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നു, വിവാഷിൻ്റെ കേസ്. വിവാഷ് നിങ്ങൾക്ക് യൂസ് ചെയ്യണം അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ ഒരു റെഗുലർ യൂസിലേക്ക് അത് ആക്ച്വലി ഞാൻ വിവാഷ് യൂസ് ചെയ്യാത്ത ഒരാളാണ്. ഞാൻ ഇതുവരെയും യൂസ് ചെയ്തിട്ടില്ല. ഞാൻ വാങ്ങി വെച്ചിട്ടുണ്ട്, പക്ഷേ എനിക്കത് യൂസ് ചെയ്യാനായിട്ട് തോന്നിയിട്ടില്ല. അപ്പം വിവാഷ് യൂസ് ചെയ്യണം എന്ന് ഞാൻ ഒരിക്കലും പറയില്ല. നിങ്ങൾക്ക് അങ്ങനെ യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഒരു ഗൈനക്കിനെ കൺസൾട്ട് ചെയ്തിട്ട് മാത്രം യൂസ് ചെയ്യുക. അല്ലാണ്ട് നിങ്ങളുടെ ഇഷ്ടത്തിന് വേണ്ടിയിട്ട് ചെയ്യാൻ പാടില്ല. ഓക്കെ, സോ വിവാഷ് യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ കൂടിയും ഒരു ലോങ് ടേമിലേക്ക് വേണ്ടിയിട്ട് അത് യൂസ് ചെയ്യരുത്. ഒരാളെ കൺസൾട്ട് ചെയ്തിട്ട് മാത്രം യൂസ് ചെയ്യുക. ഓക്കെ, എന്നിട്ട് നമ്മൾ അണ്ടർ ഗാർമെൻറ്റ്സ് ഒക്കെ സ്റ്റോർ ചെയ്യുന്നതാണ്. നമ്മൾ അണ്ടർ ഗാർമെൻറ്റ്സ് ഒക്കെ നമ്മൾ വാഷ് ചെയ്ത് നന്നായിട്ട് ഡ്രൈ ചെയ്യുക. മാക്സിമം സൺലൈറ്റിൽ തന്നെ ഡ്രൈ ചെയ്യാൻ നോക്കാം. മെയിൻലി ഞാൻ പറഞ്ഞ പോലെ ഒരിക്കലും അണ്ടർ ഗാർമെൻറ്റ്സ് വാഷിംഗ് മെഷീനിൽ കഴുകരുത്. ഹാൻഡ് വാഷ് മാൻഡേറ്ററി ആയിട്ട് ഹാൻഡ് വാഷ് ചെയ്യുക. നിങ്ങൾ ഷാമ്പു യൂസ് ചെയ്തിട്ട് വേണമെങ്കിലും അണ്ടർ ഗാർമെൻറ്റ്സ് കഴുകാം, പക്ഷെ ഒരിക്കലും മെഷീൻ വാഷ് ചെയ്യരുത്. ഓക്കെ, അങ്ങനെ അതാണ് നമ്മുടെ വാഷിങ്ങിൻ്റെ കേസ് പറയാം. സെക്കൻഡ്, സ്റ്റോറിങ്ങിൻ്റെ കേസ് പറയാം. അണ്ടർ ഗാർമെൻറ്റ്സ് ഒരിക്കലും നമ്മുടെ നോർമൽ ഡ്രസ്സസ് കീപ്പ് ചെയ്യുന്നതിനകത്ത് വെക്കരുത്. അണ്ടർ ഗാർമെൻറ്റ്സ് എപ്പോഴും വേറെ തന്നെ ഒരു സെപ്പറേറ്റ് ബാഗ് കീപ്പ് ചെയ്തിട്ട് ആ ബാഗിലായിരിക്കണം സ്റ്റോർ ചെയ്യേണ്ടത്. അപ്പം ഇതിങ്ങനെയൊക്കെ പറയുമ്പോൾ ഞാൻ അങ്ങനെയാണോ എന്ന് ചോദിച്ചാൽ ഐ ക്യാൻ അഷ്യൂർ ദാറ്റ് ഞാൻ അങ്ങനെയാണ് എൻ്റെ ഡ്രസ്സസ് കീപ്പ് ചെയ്യുക. ഡിഫറെൻ്റ് ആയിട്ട് തന്നെ ഓൾമോസ്റ്റ് എല്ലാവരും അങ്ങനെ ആയിരിക്കും, പക്ഷേ എന്തായാലും അങ്ങനെ തന്നെ കീപ്പ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾ യൂസ് ചെയ്ത അണ്ടർ ഗാർമെൻറ്റ്സ് ഒരുപാട് നാളത്തേക്ക് വാഷ് ചെയ്യാതൊന്നും ഇടരുത് കേട്ടോ. അണ്ടർ ഗാർമെൻറ്റ്സ് എന്താ ഡെയിലി മാറാത്തവർ വരെ ഉണ്ടെന്ന് എനിക്ക് മനസ്സിലായിട്ടുണ്ട്. സോ അണ്ടർ ഗാർമെൻറ്റ്സ് എന്നും
ഡേ എല്ലാ ഡേയിലും അത് മാറണം. അതുപോലെ തന്നെ മാറിയിട്ട് ഒരു 2 ദിവസം ഗ്യാപ്പ് എടുത്തിട്ട് നിങ്ങൾ ഡ്രസ്സസ് വാഷ് ചെയ്യുക. അല്ലെങ്കിൽ ഇതെല്ലാം കൂടി ഇട്ടിട്ടിട്ടിട്ടിട്ട് ഒരു ആഴ്ച ഒരു ദിവസം, ചിലർ മാസത്തിൽ ഒരു ദിവസമൊക്കെ ഇത് വാഷ് ചെയ്യുന്നവരുണ്ട്. അപ്പോൾ ഈ യൂസ് ചെയ്ത് വീണ്ടും വീണ്ടും റീയൂസ് ചെയ്യേണ്ടി വരും. ഈ നമ്മളുടെ ഇൻസ്റ്റ സ്ക്രോൾ ചെയ്യുന്ന സമയത്തോ യൂട്യൂബ് സ്ക്രോൾ ചെയ്യുന്ന സമയത്തോ ഒരു കുറച്ച് സമയം വരെ, ബാക്കി നിങ്ങൾ വാഷിംഗ് മെഷീനിൽ കഴുകിക്കോളൂ. ബാക്കി നിങ്ങൾ ഈ അണ്ടർ ഗാർമെൻറ്റ്സ് ഒക്കെ നിങ്ങൾക്ക് നോർമൽ വാട്ടറിൽ ചെറിയ ഒരു ബ്രഷും സോപ്പും യൂസ് ചെയ്ത് കഴുകാനായിട്ട് ഒരുപാട് ടൈമൊന്നും വേണ്ട. ഏകദേശം ഒരു ഹാഫ് ആൻ അവർ കൊണ്ട് നമുക്ക് ഇത് വാഷ് ചെയ്ത് വെക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ അതാണ്. അപ്പോൾ ഞാൻ വാഷ് ചെയ്യുന്നതിൻ്റെ കേസ് പറഞ്ഞു, സ്റ്റോറേജിൻ്റെ കേസ് പറഞ്ഞു. അതുപോലെ തന്നെ സൺലൈറ്റിൽ മാക്സിമം ഉണക്കാൻ നോക്കുക. കുറച്ചെങ്കിലും അതായത് ഫാൻ, ഞാൻ കംപ്ലീറ്റ്ലി പറയുന്നത് ഫാനിൻ്റെ കീഴിൽ കംപ്ലീറ്റ്ലി ഇട്ട് ഉണക്കുന്നത്, പിന്നെ അങ്ങനെയുള്ള സിറ്റുവേഷനിലാണെങ്കിൽ അങ്ങനെ ചെയ്യേണ്ടി വരും. ബട്ട് മാക്സിമം അത് അവോയ്ഡ് ചെയ്തിട്ട് കുറച്ചെങ്കിലും സൺലൈറ്റും വെയിലും വെട്ടവും കാറ്റും ഒക്കെ കിട്ടുന്നത്, നാച്ചുറലായിട്ടുള്ള വെയിലും വെട്ടവും കാറ്റും ഒക്കെ കിട്ടുന്ന ഒരു സ്ഥലത്ത് അത് ഉണക്കാൻ പറ്റുമെങ്കിൽ അങ്ങനെ നോക്കാം. നമ്മുടെ ലാസ്റ്റ് എൻ്റെ ഒരു സൊല്യൂഷൻ വന്നിട്ട് അണ്ടർ ഏരിയാസ് വാക്സ് ചെയ്യോ ഷേവ് ചെയ്യാനോ ഒന്നും ഞാൻ പറയില്ല, ട്രിം ചെയ്യാം. ഞാൻ യൂസ് ചെയ്യുന്ന ഈ ഫിലിപ്പിൻ്റെ സാധനമാണ്. ഇത് അത്യാവശ്യം എക്സ്പെൻസീവാണ്, പക്ഷേ ഇത് ലൈഫ് ലോങ് നമുക്ക് യൂസ് ചെയ്യാം. മറ്റേ 1.5 years അങ്ങനെയുള്ള സംഭവമൊന്നുമില്ല. ഇതിനകത്ത് 3 ബ്ലേഡാണ് വരുന്നത്. ഇതാണ് കേട്ടോ ഇതിൻ്റെ യൂസൊക്കെ. ഞാൻ വേണമെങ്കിൽ വേറൊരു വീഡിയോയിൽ പറയാം. ഇത് യൂസ് ഒന്നുമില്ല, എല്ലാം യൂട്യൂബിലെടുത്ത് നോക്കിയാലേ നിങ്ങൾക്ക് കാണാൻ പറ്റുമായിരിക്കും. ഇത് ട്രിം ആവും. നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോലെ നമ്മൾ ഷേവ് ചെയ്യുമ്പോഴത്തെ പോലെ ഭയങ്കര പക്ക ക്ലീൻ ഒന്നും ആവില്ല. അത് ട്രിം ആവും. അത്രയും ട്രിം ആയാൽ മാത്രം മതി. കംപ്ലീറ്റ്ലി ഷേവ് ചെയ്ത് അവിടെ ഇൻഫെക്ഷൻസ് ഉണ്ടാക്കി അതിൻ്റെ ആവശ്യമൊന്നുമില്ല. നമ്മൾ ട്രിം ചെയ്ത് മാത്രം വെച്ചാൽ മതി. ഓക്കെ, അത് ക്ലീനിങ് തന്നെയാണ്. അത് കംപ്ലീറ്റ്ലി അങ്ങനെ എല്ലാ ഹെയർസും പോകണം എന്നുള്ളൊരു വാശിയൊക്കെ കളഞ്ഞിട്ട് നമുക്ക് സേഫ് ആയിരിക്കണം എന്ന് മാത്രമുള്ള ഒരു തോട്ടിൽ നിന്നാൽ മതി. ഇത് നിങ്ങൾക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. ഇത് ഫിലിപ്സിൻ്റെ ബിഗ്നി ട്രിമ്മർ എന്നാണ് ഇത് പറയുന്നത്. ഇതിനകത്ത് ബ്ലേഡിൻ്റെയും കേസും അതുപോലെ തന്നെ യൂസ് കേസസും ഒക്കെ ഇവിടെ അവർ മെൻഷൻ ചെയ്തിട്ടുണ്ട്. അത് നോക്കിയിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, അങ്ങനെയാണ് ഈ ഒരു സംഭവം വരുന്നത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഗായ്സ്, ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഞാൻ യൂസ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ് നിങ്ങൾക്ക് പറഞ്ഞിട്ടുള്ളത്. എക്സ്ട്രാ ആയിട്ട് ഞാൻ വേറെ ഒന്നും പറഞ്ഞിട്ടില്ല. അതുപോലെ ഈ ഒരു വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ടും അല്ല ഞാൻ ഈ സാധനങ്ങളൊക്കെ വാങ്ങിച്ചിരിക്കുന്നത്. ഞാൻ റെഗുലർ പർച്ചേസിൻ്റെ കൂടെ വരുന്ന കുറച്ച് കാര്യങ്ങൾ തന്നെയാണ്. അല്ലാണ്ട് ഈ വീഡിയോ ചെയ്യണമല്ലോ, അതിനൊരു കണ്ടൻറ്റ് കിട്ടണമല്ലോ എന്ന് വിചാരിച്ചിട്ട് ചെയ്തു വരുന്ന പർച്ചേസ് ചെയ്ത കാര്യങ്ങളൊന്നുമല്ല. അപ്പോൾ എപ്പോഴും നന്നായിട്ട് ഹൈജീനിക്കായിട്ട് ഇരിക്കാൻ നോക്കുക. പിന്നെ ഞാൻ ആദ്യമേ പറഞ്ഞതുപോലെ തന്നെ നിങ്ങൾക്ക് അത്രയ്ക്ക് കൺസേൺ ഉണ്ടെങ്കിൽ ഒരു ഗൈനക്കിനെ കാണാം. അത് വലിയൊരു പ്രശ്നമൊന്നുമായിട്ട് വിചാരിക്കേണ്ട. ഓക്കെ, അപ്പോൾ അത്രയേ ഉള്ളൂ ഗായ്സ്. നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നവരെ